We will continue. ചന്ദ്രിക എന്ന് പറയുന്നത് ഒരു ബാംബു മാറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണുന്നത് ചന്ദ്രികയുടെ ഒരു സ്ട്രക്ചറാണ്. അതൊരു ഏകദേശം ഒരു 2 മീറ്ററോളം ഡയമീറ്റർ വരുന്ന ഒരു ലോങ് മാറ്റാണ്. ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ബാംബു ആൻഡ് ഇറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ ബാംബു ഇൻ ഓൾ സൈഡ്സ്. ഈ സൈഡിലൊക്കെ ബാംബുവിൻ്റെ സ്റ്റിക്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇറ്റ് സപ്പോർട്ടഡ് ബൈ ബാംബു. ആൻഡ് ഈ ഒരു ചന്ദ്രികയിനകത്ത് ഏകദേശം 1000 വേംസ് വരെ നമുക്ക് മൗണ്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചന്ദ്രിക പോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു കുക്കൂണേജ് ആണ് നാട്രിക. നാട്രികയുടെയും ചന്ദ്രികയുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാംബു വെച്ചിട്ടാണ് ചന്ദ്രിക ഉണ്ടാക്കിയിരിക്കുന്നത്. നാട്രിക പ്ലാസ്റ്റിക്. വി വിൽ യൂസ് പ്ലാസ്റ്റിക് ഫോർ മൗണ്ടേജ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ സാധാരണ ഈ ചന്ദ്രിക യൂസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ആണ്. ഓക്കെ, ഇന്ത്യൻസ് ധാരാളമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ചന്ദ്രികയാണ്. ഓക്കെ, ബാംബു കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കൊക്കൂണേജാണ് ഇന്ത്യൻസ് സാധാരണ ഒത്തിരിയും യൂസ് ചെയ്ത് കാണുന്നത്. പിന്നെ ഈ ചന്ദ്രികയിൽ നിന്ന് നമ്മൾ ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് വഴിയാണ് ഈ കൊക്കൂൺസ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. ഓക്കെ, സെവറൽ മൗണ്ടിങ് ടെക്നിക്സ് ആർ ബീങ് പ്രാക്ടീസ് ഓഫ് വിച്ച് ഹാൻഡ് പിക്കിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്. അതിനുശേഷം നമ്മൾ കൊക്കൂൺസ് ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഒരു സിൽക്ക് വേം റിയറിംഗ് ടെക്നിക്കിൽ വൺ ഓഫ് ദ മേജർ ഗോൾ എന്ന് പറഞ്ഞാൽ ടു ഹാർവെസ്റ്റ് ഗുഡ് ക്വാളിറ്റി ഓഫ് കൊക്കൂൺ അറ്റ് ദി റൈറ്റ് ടൈം. കറക്റ്റ് സമയത്ത് നമ്മൾ കൊക്കൂൺസിനെ ഹാർവെസ്റ്റ് ചെയ്ത് എടുത്തില്ല എങ്കിൽ ആ കൊക്കൂൺസിൻ്റെ അകത്തുനിന്ന് അഡൾട്ട് മോത്ത് പുറത്തോട്ട് വരാം. ഓക്കെ, അപ്പോൾ സിൽക്ക് വേംസ് പല ടൈപ്പ് സിൽക്ക് വേംസ് ഉണ്ട്. ഒരുപാട് ജീനസിൽ സിൽക്ക് വേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ട്രോപ്പിക്കൽ സ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഒരു കൊക്കൂൺസ് ഫോം ചെയ്ത് ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ചെയ്യണം. ടെമ്പറേറ്റ് സ്ട്രെയിൻസിനാണെങ്കിൽ കൊക്കൂൺസ് കംപ്ലീറ്റ് ഫോം ചെയ്ത് 8ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് മാറ്റുക. ഇൻ കേസ് ഹാർവെസ്റ്റിംഗിൽ എന്തെങ്കിലും ഡിലേ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കൊക്കൂൺസിൻ്റെ അകത്തുനിന്ന് പ്യൂപ്പയെ മാറി ചിലപ്പോൾ അഡൾട്ട് മോത്ത് പുറത്തോട്ട് വരാം. അങ്ങനെ അഡൾട്ട് മോത്ത് വന്നു കഴിഞ്ഞാൽ കൊക്കൂൺസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സിൽക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വരാൻ സാധിക്കില്ല. അപ്പോൾ ഹാർവെസ്റ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ അതിന് ശേഷം ചെക്ക് ചെയ്യും. ഫീക്കൽ പെല്ലറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി വിൽ ക്ലീൻ ദാറ്റ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ സോർട്ട് ഔട്ട് ദീസ് കൊക്കൂൺസ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് അനുസരിച്ച് നമ്മൾ കൊക്കൂൺസിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്യും. In case if there is any defective cocoons, we just discard. Okay, so defective cocoons are then discarded. After harvesting, we will market the cocoons. അപ്പോൾ കൊക്കൂൺസിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് there is higher chance ഓഫ് ഫോമിങ് ദി അഡൾട്ട് മോത്ത്. പ്യൂപ്പയിൽ നിന്ന് കൊക്കൂൺസിൻ്റെ അകത്തുനിന്ന് അഡൾട്ട് മോത്ത് പുറത്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഇൻ സെറികൾച്ചർ ഇൻഡസ്ട്രി. And the harvesting cocoons are to be marketed as early as possible before the moth emerges from them. Okay, so it is a crucial step and ഒരു effective ആയിട്ടുള്ളൊരു market management system. It is very essential. And the last step of sericulture rearing technique is silk reeling. Silk reeling എന്താണെന്ന് അറിയുന്നതിനോടൊപ്പം തന്നെ എന്താണ് സിൽക്ക് എന്നറിയുക. സിൽക്ക് എന്ന് പറഞ്ഞാൽ it is actually made of fibroin protein. Okay, silk it is made up of fibroin protein and it also have a gum like substance which is called sericin. അപ്പോൾ ഞാൻ പറഞ്ഞു സിൽക്ക് വേമിൻ്റെ ഒരു 4th to 8th സെഗ്മെൻറ്റിൻ്റെ അകത്ത് ആ ഒരു റീജിയനിൽ വരുന്ന സിൽക്ക് ഗ്ലാൻഡ് എന്നാണ് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിൽക്ക് ആക്ച്വലി അത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഫൈബ്രസ് നേച്ചറാണ്, അത് ലിക്വിഡ് ആയിട്ടുള്ളൊരു നേച്ചറാണ്. അത് എൻവയോൺമെൻറ്റുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിയുമ്പോഴാണ് അത് ഹാർഡൻ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് സിൽക്ക് നമ്മൾ റീൽ ചെയ്യുന്ന സമയത്ത് ഈ സെറിസിൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സെറിസിൻ. അത് നമ്മൾ ഡിസോൾവ് ചെയ്ത് മാറ്റും ആദ്യം. ഓക്കെ,
അതിനുശേഷമാണ് നമ്മൾ നമുക്ക് വേണ്ടത് ആ ഫൈബ്രോയിൻ പ്രോട്ടീൻ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. Okay, so the process of removing this sericin, okay, or this unwanted material from the long fibroin, it is called silk reeling. Okay, so the process of unwinding the single long silk fibroin by dissolving the sericin and other unwanted material is called reeling. So silk reeling it is actually the last step, and it is the process of unwinding the single long silk fibroin by dissolving the sericin and other unwanted material. Okay. And there are a number of preliminary steps that have to be followed before reeling. So, ഈ reeling എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 4 സ്റ്റെപ്പ് we have to carry out. And the first one is stifling. Stifling എന്ന് വെച്ചാൽ നമുക്കറിയാം കൊക്കൂണിൻ്റെ അകത്ത് പ്യൂപ്പ പ്രസൻ്റ് ആണ്. പ്യൂപ്പേനെ നമുക്ക് കില്ല് ചെയ്യണം. പ്യൂപ്പയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കൊക്കൂണിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുള്ളൂ, സിൽക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദ സ്റ്റിഫ്ലിംഗ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രോസസ്സിംഗ് ആഫ്റ്റർ ദി ഹാർവസ്റ്റിംഗ് ഓഫ് കൊക്കൂൺ. ഇറ്റ് എയിംസ് അറ്റ് കില്ലിംഗ് ദ പ്യൂപ്പ ഇൻസൈഡ് ദി കൊക്കൂൺ. ഇപ്പോൾ കൊക്കൂണിൻ്റെ അകത്തുള്ള പ്യൂപ്പ കില്ല് ചെയ്യണമെങ്കിൽ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇസ് സൺ ഡ്രൈയിങ്. സൂര്യപ്രകാശത്ത് വെച്ചിട്ട് അതിനെ ഡ്രൈ ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് ഇസ് സ്റ്റീമിങ്. ഓക്കെ, സ്റ്റീം കൊടുത്ത് അതിനെ കില്ല് ചെയ്യാം. തേർഡ് ഇസ് ഹോട്ട് എയർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം സ്റ്റിഫ്ലിംഗ് ട്രീറ്റ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ സ്റ്റിഫ്ലിംഗ് സ്റ്റെപ്പിനകത്ത് വരുന്ന പ്രോസസ്സുകളാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡ്രൈ ഇറ്റ് and we will store it for ഇപ്പോൾ നമ്മൾ കൊക്കൂണിനൊക്കെ നമുക്ക് 1 മാസം വരെ ഈ സ്റ്റിഫ്ലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഹോട്ട് എയർ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 6 മാസം വരെ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കൊക്കൂൺസ്. അതിനുശേഷം ബോയിൽ ചെയ്യും. ഐ വിൽ ഷോ ദി ഡയഗ്രാം. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ ഒരു ഡയഗ്രത്തിനകത്ത് കൊക്കൂൺസിനെ ബോയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഈ ബോയിൽ ചെയ്ത കൊക്കൂൺസ് അതിനുശേഷം നമ്മൾ അതിനകത്ത് നിന്ന് സിൽക്ക് റീൽ ഔട്ട് ചെയ്യും. അതാണ് ഈ കാണുന്നത്. ഓക്കെ, ബോയിൽ ചെയ്തതിന് ശേഷം വി വിൽ കീപ് ഇറ്റ് ഫോർ കൂളിംഗ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡീഫ്ലോസിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഈ സിൽക്കിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലായിട്ട് ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡീഫ്ലോസിങ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് സിൽക്ക് ആ ഒരു ത്രെഡ് ഇറ്റ് ഇസ് ആക്ച്വലി എ സിംഗിൾ ത്രെഡ്. ആ ഒരു കൊക്കൂൺ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ത്രെഡാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു ത്രെഡാണ് ആ ഒരു കംപ്ലീറ്റ് കൊക്കൂണിനെ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ ഫൈൻഡ് using the charka we will extract the silk, or we will unwind the silk. ഇതൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ സിൽക്ക് നമ്മൾ എന്താണ് സിൽക്ക് യാൺ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റീജിയനാണിത്, ഒരു മെഷീനാണത്. ഓക്കെ, അങ്ങനെ നമുക്ക് റോ സിൽക്ക് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് എടുക്കാം. So raw silk as the final stage in reeling, the cooked and brushed cocoons are unwound using a reeling machine to obtain the raw silk. Okay, ഇങ്ങനെ കിട്ടുന്ന റോ സിൽക്ക് പിന്നീട് ഫർദർ ട്രീറ്റ്മെൻറ്റ്സ്, അതേപോലെ നമുക്കൊരു സിൽക്കിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റാൻഡേർഡ്സ്, അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ്, മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ക്വാളിറ്റിയാണെന്ന് അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് റോ സിൽക്ക് ഈസ് ടെസ്റ്റഡ് ആൻഡ് ഗ്രാൻഡഡ് അക്കോർഡിംഗ് ടു ദി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ബിഫോർ മാർക്കറ്റിംഗ് ആൻഡ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്. ആൻഡ് ദിസ് ഇസ് ഹൗ ദ സിൽക്ക് ഈസ് reared from silkworm. So that's all about the different silkworm rearing techniques. Thank you.